ഇപ്പൊ ഈ രണ്ട് കേസ് NIA അന്വേഷിക്കുന്നുണ്ട്, NIA കൊച്ചിൻ യൂണിറ്റ് അന്വേഷിക്കുന്നത്. ശ്രീനിവാസൻ കൊലക്കേസ്, പിന്നെ ഈ PFI നിരോധ സംഘടനയെതിരായിട്ടുള്ള അത് ഇപ്പം ഇൻഫർമേഷൻ സ്വാഭാവികമായിട്ടും ഒരു സംഘടന നിരോധിച്ചു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് അത് ഡോർമെന്റ് ആവുന്നല്ലാതെ, പക്ഷെ അതിന്റെ സ്ലീപ്പർ സെൽസും അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുകളൊക്കെ പ്രവർത്തിച്ച് ഗോപ്യമായി പ്രവർത്തിക്കും. ചിലപ്പോൾ അത് SDPIയിലായിരിക്കും, അല്ലെങ്കിൽ വേറെ വല്ല പൊളിറ്റിക്കൽ പാർട്ടി ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ വല്ല പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും തൽക്കാലത്തേക്ക് ചേക്കേറും ഈ PFI ബാൻ ചെയ്ത സമയത്ത്. ഇപ്പം PFI ബാൻ ചെയ്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും SDPIയിലേക്ക് ആൾക്കാർ നുഴഞ്ഞു കയറിയിട്ടുണ്ടോ ആ കാര്യം കൂടെ NIA അന്വേഷിക്കും. ആ അന്വേഷണത്തിലാണ് ഈ റൈഡും മറ്റും നടക്കുന്നത്. കൂടാതെ ഈ ശ്രീനിവാസൻ കൊലക്കേസിൽ എനിക്ക് തോന്നുന്നു 6ഓളം അക്യൂസിനെ ഇനിയും അറസ്റ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്നത്തെ റൈഡ് മിക്കവാറും ഈ അക്യൂസിനെ തപ്പിയിട്ടും കൂട്ടി ആയിരിക്കാം. കാരണം ഇത് ഈ റൈഡ് 3 ജില്ലകളാണ് നമ്മളിപ്പോ കാണുന്നത്, ഈ പാലക്കാട്, പിന്നെ തൃശ്ശൂരും എറണാകുളമാണ്. അപ്പം എനിക്കോട് തൃശ്ശൂര് ചില ഇൻഫർമേഷൻ ഓൾറെഡി അവരുടെ കയ്യിൽ ഉണ്ടെന്നാണ് വാർത്തകൾ നിന്ന് മനസ്സിലാകുന്നത്. അപ്പം ഈ എബ്സ്കോണ്ടിങ് അക്യൂസ്ഡുമായി ബന്ധപ്പെട്ടതും കൂട്ടത്തിൽ PFI നിരോധിക്കപ്പെട്ട PFI ഇപ്പോഴും വളരെ ഗോപ്യമായിട്ട് അല്ലെങ്കിൽ വളരെ സീക്രട്ട് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, ഈ കാര്യങ്ങളും അതിന്റെ ഇൻപുട്സും കൂടി ആയിട്ട് അന്വേഷിക്കുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള റൈഡുകൾ ഈ NIA പോലെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് സമയാസമയങ്ങൾ നടത്തുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കേസിൽ ഒരു 6ഓളം പ്രതികൾ എബ്സ്കോണ്ടിങ്ങും ആയതുകൊണ്ട്, ശ്രീനിവാസൻ കൊലക്കേസിൽ 6ഓളം പ്രതികൾ എബ്സ്കോണ്ടിങ് ആയതുകൊണ്ടും ആ ഭാഗം കൂടെ അന്വേഷിക്കുന്നതായിരിക്കും. ഏതായാലും NIAയുടെ ഇത്തരത്തിലുള്ള ഈ ഇടപെട്ടുള്ള റൈഡുകൾ വളരെ നല്ലതാണ്. കാരണം ഈ ഒരു ബാൻ ചെയ്ത സംഘടന വീണ്ടും മറ്റു ചില പേരുകളിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ അതിൽ തന്നെ ആൾക്കാർ ആ പ്രവർത്തിക്കുന്ന സംഘടനയിലേക്ക് ചേക്കേറി തൽക്കാലം ബാൻ ഒഴിവാക്കാൻ ശ്രമിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടി NIA കണ്ടുപിടിച്ചാൽ മാത്രമേ ഈ ബാൻ ചെയ്ത കാര്യം സക്സസ്ഫുൾ ആവുള്ളൂ. അപ്പൊ അതാണ് ഇത്തരത്തിലുള്ള റൈഡുകൾ സമയാസമയങ്ങൾ നടത്തുന്നത്. വളരെ ശ്ലാഘനീയമാണ്, അത് വളരെ നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഇപ്പോൾ നമുക്കറിയാം, താങ്കൾ സൂചിപ്പിച്ചതുപോലെ സംഘടന നിരോധിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ആശയം അത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതിന് തെളിവുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ നടക്കുന്ന റെയ്ഡുകളൊക്കെ. പാടെ അത്തരത്തിലുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പാടി ഒഴിവാക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് NIAയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും. കാരണം അതാ ഞാൻ പറഞ്ഞത്, PFIയെ ഇപ്പൊ നിരോധിച്ചപ്പം അതിന്റെ എഫക്റ്റീവായിട്ട് അന്ന് അറസ്റ്റ് ചെയ്ത് 2 വർഷം മുമ്പേ അറസ്റ്റ് ചെയ്ത പല പ്രതികളും ഇപ്പോഴും ട്രയൽ സ്റ്റേജിൽ ജയിലിൽ കിടക്കുകയാണ്. പല ആൾക്കാർക്കും ജാമ്യം ലഭിച്ചിട്ടില്ല. കൂടാതെ അവരുടെ സ്വത്തുക്കളൊക്കെ കണ്ടുകെട്ടിയിരിക്കുകയാണ്. അപ്പൊ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഈ ബാൻ പ്രൊസീജിയേഴ്സ് മുന്നോട്ട് നടക്കുന്നുണ്ട്. എന്നാലും അതിനൊക്കെ മറികടന്ന് ഏത് നിരോധിത സംഘടന അങ്ങനെയാണല്ലോ, സ്വാഭാവികമായിട്ട് നിരോധിക്കപ്പെട്ടാൽ തൽക്കാലം ഒന്ന് ഡോർമെന്റ് ആവും, തൽക്കാലം അങ്ങ് മങ്ങിക്കിടക്കും. പിന്നെ അല്ലെങ്കിൽ പുതിയ പല അവർക്ക് താല്പര്യമുള്ള ഓർഗനൈസേഷൻ ചേക്കേറും. അവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ വളരെ സീക്രട്ടായി കണ്ടക്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ 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 സിസ്റ്റമാറ്റിക് ആയിട്ടും അന്വേഷണം കണ്ടക്ട് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഈ കേരള NIA യൂണിറ്റിന് ഇപ്പൊ ശ്രീനിവാസൻ കൊലക്കേസുമുണ്ട്, പിന്നെ ഇതിന്റെ ബാൻ ചെയ്ത ഒരു കേസുമുണ്ട്. അപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുമ്പോൾ പല ഇൻപുട്സും അന്വേഷണ ഏജൻസിക്ക് ലഭിക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ റൈഡ് കണ്ടക്ട് ചെയ്യുന്നത്. വളരെ നല്ല കാര്യമായിട്ടാണ് പറയാനുള്ളത്. വളരെ എഫക്റ്റീവായിട്ട് ഈ NIA മാതിരിയുള്ള ഒരു പാൻ ഇന്ത്യ ഏജൻസി വളരെ എഫക്റ്റീവായിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അവർ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും സസ്റ്റൈൻഡ് ആയിട്ടും ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ കൂടാതെ എവിടെയെങ്കിലും ഈ ബാൻ ചെയ്ത ആളുകളുടെ ട്രേസസ് ഏതെങ്കിലും മറ്റു സംഘടനകൾ ഉണ്ടെങ്കിൽ അതും കൂടി കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുന്ന കാര്യം വളരെ ശ്ലാഘനീയമാണ്, വളരെ നല്ല കാര്യമാണെന്ന് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.